ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വിഭവം പത്തിരിയാണ്. പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള പണികൾ നമുക്ക് നോക്കാം. എല്ലാവരും പോന്നോളൂ. പത്തിരിയിലേക്ക് ആവശ്യമായ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ച് വെച്ചേക്കുന്നതാണ്. തേങ്ങ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എടുക്കാം. അരിപ്പൊടി 1 കപ്പ്, മൈദ 1 കപ്പ്, റവ 1 കപ്പ്. ഇത്രയും ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി അളവുകൾ. അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും കൂടി വാടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനു മുൻപ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി തിളയ്ക്കാനായിട്ട് നിൽക്കട്ടെ. വെള്ളം തിളച്ച് തുടങ്ങി. നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കാം. പൊടികൾ ഇടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇളക്കണം. ഞാൻ എൻ്റെ ഫോൺ കയ്യിലിരുന്നുകൊണ്ടാണ് ഇളക്കാഞ്ഞത്. ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട്, അതൊരു ചെറിയ പാത്രം ആയതുകൊണ്ട് പാത്രത്തിലേക്ക് നമ്മൾ മാവ് മാറ്റിയതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായി അത് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ച് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പരത്താനുള്ള പണിയിലേക്ക് പോവാം. പരത്തി ആവശ്യത്തിന് കനത്തിന്, ഇത് കനം കുറവാണ്, ഇതിനെ കുറച്ചും കൂടി കനത്തിലാക്കാം. ഒരു ഗ്ലാസ് വെച്ച് നമുക്കത് മുറിച്ചെടുക്കാം. ഈ കനം കുറവാണ്, കുറച്ചും കൂടി കനത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. പത്തിരിക്ക് ഉള്ള കനം അത്ര പോരാ, എന്നാലും ഞാൻ അത്ര ആക്കിയുള്ളൂ. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് വെച്ച് മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് വീണ്ടും ഒന്നുകൂടി ഉരുട്ടിയതിന് ശേഷം ചെയ്ത് കൊടുക്കാം. പരത്തുക, വീണ്ടും ഇതുപോലെ മുറിച്ചെടുക്കുക. മൊത്തം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാനുള്ള പണികൾ നോക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നോ 1, 2, 3 ഇട്ട് കൊടുത്ത്, കൂടുതൽ ഇടരുത്. 3 എണ്ണൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി പൊരിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാം ഓരോന്നോരോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്.
ആദ്യത്തെ ട്രിപ്പ് പൊരിച്ചതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.